നമുക്ക് കപ്പലണ്ടി എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ അവനിൽ വെച്ചിട്ട്, അതായത് മൈക്രോവേവ് അവനിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഈസിയാണ്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നേരം ചീനച്ചട്ടിയിലൊക്കെ ഇട്ടിട്ട് വറക്കേണ്ടി വരും അല്ലേ. എനിക്ക് ഏറ്റവും അടിപൊളിയൊരു കാര്യമാണത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവൻ പ്രൂഫ് ഒരു ബൗൾ എടുക്കുക. അതായത് ഇപ്പോൾ വരുന്ന എല്ലാ മിക്ക ഉടയുന്ന ബൗളുകളും അവൻ പ്രൂഫാണ്. അപ്പോൾ അല്ലെങ്കിൽ നാട്ടിലൊക്കെ എനിക്ക് പഴയ അവനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പാണ് ഒരു പാത്രം കിട്ടാറുള്ളത്. പക്ഷേ ഞാനത് യൂസ് ചെയ്യാറില്ല. ഞാൻ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ബൗളാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് പച്ചക്കപ്പലണ്ടി കേട്ടോ, ഇത് പച്ചക്കപ്പലണ്ടി വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. പച്ചക്കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അതിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഉപ്പ് അവസാനം ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വറക്കുമ്പോൾ തന്നെ അതിലോട്ട് ഉപ്പ് അങ്ങ് പിടിച്ചോളും. അല്ലെങ്കിൽ ഉപ്പ് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇതിലേക്കിപ്പോൾ പെപ്പർ പൗഡറോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെപ്പർ പൗഡറോ മുളക് പൊടിയോ ചേർക്കണമെന്നുണ്ടെങ്കിലും ചേർക്കാം. ഞാൻ ചേർക്കാറുണ്ട്. മുളക് പൊടി ചേർക്കുന്നത് ഞാൻ വേറെ രീതിയിൽ ഞാൻ പിന്നെ കാണിച്ചു തരാം. ആദ്യം ഇപ്പോൾ ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്ര ആയല്ലോ. ഇനി അടയ്ക്കാൻ പാടില്ല. അടയ്ക്കാതെ തന്നെ നമ്മൾ അവനിലോട്ട് വെക്കാൻ പോവുകയാണിത്. എൻ്റെ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനസോണിക്കിൻ്റെ കമ്പനിയുടെയാണ്. ഇത് കൺവെക്ഷനാണ്. അതായത് ഇതിൽ കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റും, ഗ്രില്ല് ചെയ്യാൻ പറ്റും. മൈക്രോ പവർ എന്ന് പറഞ്ഞാൽ എല്ലാ അവനിലുള്ളതാണ് മൈക്രോ പവർ. അപ്പോൾ നമ്മൾ സാധാരണക്കാരുടെ വീട്ടിലും ഈ ഗ്രില്ലിങ്ങും അല്ലെങ്കിൽ ബേക്കിംഗ് ഓപ്ഷൻ ഇല്ലെങ്കിലും ഒരു അവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതായത് പച്ചക്കറികൾ കുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന പീനട്ടൊക്കെ നമുക്കിതിൽ ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ തുറക്കുക. അതിലോട്ട് നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം അടയ്ക്കുക. പിന്നെ ഇപ്പോൾ ഇതിൽ മൈക്രോ പവർ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, അത് ഓൺ ചെയ്യുക. ഇത് 100ലാണ് കിടക്കുന്നത്. അത് മാക്സിമം 100 ആണ്. 10 ചെറുതും 100 എന്ന് പറഞ്ഞാൽ മാക്സിമം. അപ്പോൾ മാക്സിമം പവറിലിടുക. അതായത് നിങ്ങളുടെ ഏത് അവനാണോ അതിൽ ഏറ്റവും വലിയ പവറിലിടുക, ഏറ്റവും കൂടിയ പവറിലിടുക. അതിനുശേഷം 2 മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇതിൽ ഈ നോബാണ് തിരിക്കേണ്ടത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പാനസോണിക്കിൻ്റെ, അതുകൊണ്ട് ഓരോ അവനനുസരിച്ചും സെറ്റിങ്സും തിരിക്കുന്ന രീതികളും ഒക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്തോളൂ. അപ്പോൾ 2 മിനിറ്റ് ഞാൻ ടൈം ശരിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിത് തുറക്കാം. ഇത് തുറന്നതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 4 മിനിറ്റ് നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ഈ മിഡിൽ പോർഷനിൽ അങ്ങ് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞ് ഇത് പുറത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നന്നായി വലിഞ്ഞിട്ടുണ്ട് ഈ സമയം കൊണ്ട്. ഇനി വീണ്ടും നമുക്ക് തിരിച്ച് അവനിൽ വെച്ചതിന് ശേഷം 2 മിനിറ്റ് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്യാം. ഓക്കെ, അടയ്ക്കുക. ഇനി 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പം മൊത്തം ഒരു ഗ്ലാസ് പീനട്ട് റോസ്റ്റ് ചെയ്യാൻ 4 മിനിറ്റാണ് എൻ്റെ അവനിൽ വേണ്ട സമയം. പിന്നെ ഇത് നമ്മൾ റോസ്റ്റ് 4 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് ഇനി 2 മിനിറ്റ് കഴിയുമ്പോൾ എടുക്കുമ്പോൾ അപ്പം തന്നെ കഴിക്കാൻ പാടില്ല. ചൂടാറിയതിന് ശേഷം മാത്രം കഴിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് ചൂടാറുമ്പോഴാണ് കറക്റ്റായിട്ട് ക്രിസ്പിനെസ് വരിക. നമ്മളല്ലാതെ കഴിച്ച് നോക്കുമ്പോൾ ഒരു പച്ച ടേസ്റ്റ് പോലെ തോന്നും. അത് തോന്നുന്നതാണ് ആ ചൂടാറുമ്പോൾ, അതായത് ആ ചൂടാറുന്ന സമയം കൊണ്ട് ഒരു 5-10 മിനിറ്റ് എടുത്ത് ചൂടാറുന്ന സമയം കൊണ്ട് തന്നെ അത് കറക്റ്റ് ഉള്ളിലോട്ടൊക്കെ കുക്കായിക്കോളും കേട്ടോ. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട. അപ്പോൾ 4 മിനിറ്റാണ് എൻ്റെ അവനിൽ ടൈം. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അവനനുസരിച്ചും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ആദ്യം ഈ ഒരു ടൈമിംഗ് വെച്ച് ചെയ്ത് നോക്കൂ. അതിനുശേഷം കുറച്ച് മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈമിൽ വ്യത്യാസം വരുത്തിയാൽ മതിയല്ലോ. ഇതിലിങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ തുടങ്ങും ഈ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെക്കുന്ന സമയത്ത്. അപ്പോൾ അതായത് അതങ്ങനെ റോസ്റ്റ് ആവുന്ന സൗണ്ടാണ് അത് കേൾക്കുന്നത്. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് ദീപ, ഇപ്പം നാട്ടിൽ സെറ്റിലായി ദീപ പറഞ്ഞ റെസിപ്പി ഇതാ. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി മൊത്തത്തിൽ 4 മിനിറ്റ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് കഴിച്ച് നോക്കാം. എന്നിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിരുന്ന് ചൂടാറട്ടെ കേട്ടോ. എന്നിട്ട് ചൂടാറി കഴിച്ച് നോക്കിയിട്ട് പിന്നെയും ഒരു എന്താ പറയുക ഒരു പച്ച ടേസ്റ്റ് പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നും കൂടെ ഫ്രൈ ചെയ്യാം. 1 മിനിറ്റൊക്കെ ഫ്രൈ ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഓരോ അവനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എനിക്ക് 4 മിനിറ്റ് കറക്റ്റാണ്. ഈ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മുളക് പൊടി വെച്ചിട്ടുള്ള പീനട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് അളവിലെടുക്കാം കേട്ടോ. ഒരു 1/2 ഗ്ലാസ് മതിയാവും. ഞാനിവിടെ എടുത്തിരിക്കുന്ന പ്ലേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേറ്റിൽ വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പ്ലേറ്റ് എടുത്തിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അല്പം മാത്രം എണ്ണ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മാത്രം കേട്ടോ. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ഒന്ന് അതിൻ്റെ മുകളിലൊന്ന്
ആവാൻ വേണ്ടി മാത്രം. പൊട്ട കപ്പലണ്ടി ഉണ്ടാവും കേട്ടോ, അത് എടുത്ത് കളയാൻ മറക്കരുത് കേട്ടോ. അത് ഫ്രൈ ചെയ്ത് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നമുക്കിത്. ഇത് പൊട്ടയാണ്, അത് കാണുമ്പോഴേ തന്നെ അറിയാം. ഇനി നമുക്ക് ഇതിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറേ കപ്പലണ്ടി പൊട്ടയാണ് അല്ലേ, അത് കടിച്ചു കഴിഞ്ഞുണ്ടല്ലോ എൻ്റെ ദൈവമേ. കഴിഞ്ഞ ദിവസം ഞാൻ മസാല കപ്പലണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അത് സൂപ്പർ ഈസി ആയിരുന്നില്ല. ഈസി ആയിട്ട് എങ്ങനെ മസാല കപ്പലണ്ടി ഉണ്ടാക്കാന്നുള്ള വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണ ചേർക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും, നമ്മൾ സാധാരണ രീതിയിൽ വറുത്തിട്ട് അതിൻ്റെ മുകളിൽ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. പക്ഷേ അപ്പോൾ ഒരു മുളക് പൊടിയുടെ ഒരു പച്ചമണം നിൽക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അതുണ്ടാവില്ല. ഓക്കെ, ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ളതും റെഡി ആയിട്ടുണ്ട്. ഞാനിതും 4 മിനിറ്റ് വെച്ചു കേട്ടോ. 3 മിനിറ്റ് വെച്ചപ്പോൾ എനിക്ക് എന്തോ ഇച്ചിരി കുറവ് പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ വീണ്ടും 1 മിനിറ്റും കൂടി അടിച്ചു 4 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതും അതിൻ്റെ ചൂടാറിന് ശേഷം മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ അത് ചൂടാറാൻ അനുവദിക്കണം കേട്ടോ, എന്നാലാണ് റിയൽ ആയിട്ട് ടേസ്റ്റ് വരുള്ളേ. പിന്നെ പ്ലേറ്റൊക്കെ ഓവനിൽ നിന്ന് എടുക്കുമ്പോൾ സൂക്ഷിച്ച് ചെയ്തോളൂ കേട്ടോ, അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും തുണി വെച്ചിട്ട് എടുത്തോളൂ, അല്ലെങ്കിൽ കൈ പൊള്ളിയെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി താഴെ ഇടരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കൈ കൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ കണ്ടില്ലേ അതിൻ്റെ തൊലി പോരുന്നുണ്ടോ, അത്രയും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടത്. അപ്പോൾ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും അപ്പോൾ നമ്മുടെ കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പൊട്ടുന്ന സൗണ്ടൊക്കെ കഴിഞ്ഞു, നന്നായി തണുത്തു, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള അവൻ റോസ്റ്റഡ് പീനട്ട്സ്. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. അപ്പോൾ നമ്മുടെ മസാല കപ്പലണ്ടി, അതായത് സ്പൈസി കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതോടെ ആവി കഴിയാറായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് നിങ്ങൾ കാണിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ അത് അടിപൊളിയായി വന്നിട്ടുണ്ട്. അതിന് കറക്റ്റ് 4 മിനിറ്റ് തന്നെ മതി കേട്ടോ. എന്നാലും 4 മിനിറ്റ് എന്നുള്ളത് മിനിമം ഗ്യാരണ്ടി ആണ്. ചിലപ്പോൾ 5 മിനിറ്റ് ആവാം, പക്ഷെ കൂടുതലായി കഴിഞ്ഞാൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കാം.